ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച മലയാള സിനിമയായി മഹേഷിന്റെ പ്രതികാരം ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ ചിത്രം മഹേഷിന്റെ പ്രതികാരമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ജനതാ ഗാരേജ്, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, പുലിമുരുകൻ എന്നീ ചിത്രങ്ങളുടെ അഭിനയത്തിന് മോഹൻലാലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. മലയാളത്തിൽ നിന്ന് മികച്ച നടിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സുരഭി എമ്മിനെയാണ്. മിന്നാമിനുങ്ങ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് സുരഭിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച തിരക്കഥാകൃത്തായി തിരക്കഥ മഹേഷിന്റെ പ്രതികാരത്തിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ശ്യാം പുഷ്കരനാണ് തിരക്കഥാകൃത്ത്. മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റായി കുഞ്ഞുദൈവം എന്ന ചിത്രത്തിലെ ആദിഷ് പ്രവീണെ തെരഞ്ഞെടുത്തു. മികച്ച മിശ്രണത്തിനുള്ള പുരസ്കാരം കാട് പൂക്കുന്ന നേരത്തിലെ ശബ്ദമിശ്രണത്തിന് ജയദേവനാണ് അർഹനായിരിക്കുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായി മലയാളത്തിൽ നിന്ന് 10 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്, അവസാന മണിക്കൂറിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റു പുരസ്കാരങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ മികച്ച മറാഠി ചിത്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കാസവ് എന്ന ചിത്രത്തെ ആണ്. മികച്ച നടൻ അക്ഷയ് കുമാർ, രുസ്തം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അക്ഷയ് കുമാറിനെ മികച്ച നടനായും തെരഞ്ഞെടുത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, എങ്ങനെയാണ് 64ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തെ വിലയിരുത്തേണ്ടത്? മറ്റു വിവരങ്ങൾ കൂടി. സോമി, പ്രാദേശിക ചിത്രമടക്കം 7 പുരസ്കാരങ്ങളാണ് ഇപ്പോൾ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. മഹേഷിന്റെ പുരസ്കാരമാണ് മികച്ച മലയാള ചിത്രമായി തന്നെ ജൂറി തെരഞ്ഞെടുത്തത്. സ്പെഷ്യൽ ജൂറി മനുഷ്യനായി നടനായി മോഹൻലാലിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുന്തിരിവള്ളികൾ, പിന്നെ തെലുങ്ക് സിനിമയായ ജനതാ ഗാരേജ് തുടങ്ങിയവയിലെ അഭിനയം പരിഗണിച്ചാണ് മോഹൻലാലിന്റെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി മെൻഷൻ പുരസ്കാരം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് സൗണ്ട് ഡിസൈനിങ്, മികച്ച സൗണ്ട് ഡിസൈനിങ് രംഗത്ത് കാട് പൂക്കുന്ന നേരം, ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത കാട് പൂക്കുന്ന നേരത്തിലെ സൗണ്ട് ഡിസൈനിങ് ആണ് മികച്ചതായി ജൂറി തിരഞ്ഞെടുത്തത്. മറ്റൊന്ന് തിരക്കഥയായി തിരഞ്ഞെടുത്തിരിക്കുന്നതും നേരത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത മഹേഷിന്റെ പ്രതികാരം തന്നെയാണ്. അതിൽ പുഷ്കറാണ് മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ബാലനടനുള്ള പുരസ്കാരം ഇത്തവണ കേരളത്തിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാലനടന്മാരുടെ വിഭാഗത്തിൽ വളരെ ശക്തമായ മത്സരം നടന്നു എന്നാണ് ജൂറി ചെയർമാൻ പ്രിയദർശൻ പറഞ്ഞത്. 3 പേർക്ക് അങ്ങനെ പുരസ്കാരം പങ്കിട്ട് നൽകി. അതിൽ കേരളത്തിൽ നിന്നും കുഞ്ഞുദൈവം എന്ന സിനിമയിൽ അഭിനയിച്ച ആശിഷ് പ്രവീണിനാണ് മികച്ച ബാലതാരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നടിയായി മിന്നാമിനുങ്ങിൽ അഭിനയിച്ച സുരഭിയാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ 63 വർഷമായി ചലച്ചിത്ര പുരസ്കാരം തുടർന്നു വരുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ സംഘടനത്തെ കൂടി പുരസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ സംഘടന സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആദ്യ പുരസ്കാരം, ചരിത്രത്തിൽ തന്നെ ആദ്യ പുരസ്കാരം മലയാള സിനിമയ്ക്കാണ്. മലയാള സിനിമയിലെ പുലിമുരുകനിലെ സംഘടനത്തിന് പീറ്റർ ഹെയ്നാണ് മികച്ച സംഘടന സംവിധായകനായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സന്തോഷ്, പൊതുവെ ഈ അവാർഡിനെ വിലയിരുത്തുമ്പോൾ തന്നെ മലയാളത്തിൽ നിന്ന് 10ഓളം ചിത്രങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി ഉണ്ടായിരുന്നു, തെരഞ്ഞെടുക്കപ്പെടുന്ന വിഭാഗങ്ങളിൽ അടക്കമുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും അത്രയ്ക്കൊന്നും തിളങ്ങുന്ന ഒരു പ്രകടനമല്ല ഈ അവാർഡ് ദാനത്തിൽ നമുക്കുണ്ടായിരിക്കുന്നത്. മികച്ച നടി, അതുപോലെ തന്നെ മികച്ച ചിത്രം എന്നതിന് ഒഴികെ പ്രാദേശികമായി തന്നെ പ്രാദേശിക ഭാഷകളിലുള്ള ചിത്രങ്ങൾ വലിയ തരത്തിലുള്ള മത്സരം സൃഷ്ടിക്കുന്നുവെന്ന് നേരത്തെ തന്നെ പറയുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? സന്തോഷ് ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുന്നു. 64ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മലയാളത്തിൽ നിന്നും മികച്ച ചിത്രമായി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച നടിയായി മിന്നാമിനുങ്ങിലെ അഭിനയത്തിന് സുരഭി എമ്മിനെ തെരഞ്ഞെടുത്തു. മികച്ച നടനായിരിക്കുന്നത് അക്ഷയ് കുമാറാണ്. എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അക്ഷയ് കുമാറിന് അവാർഡിന് അർഹനായിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രത്യേക ജൂറി പരാമർശത്തിന് മോഹൻലാൽ അർഹനായി. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ജനതാ ഗാരേജ്, പുലിമുരുകൻ എന്നീ ചിത്രങ്ങളുടെ പ്രകടനത്തിനാണ് മോഹൻലാലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത്. മികച്ച ബാലതാരമായി മലയാളത്തിൽ
തെരഞ്ഞെടുത്തു. സൈറ സി മനോഹർ പങ്കിടുന്നു. ഒപ്പം മികച്ച ഗാനരചയിതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വൈരമുത്തു. മലയാളത്തിലെ കാട് പൂക്കുന്ന നേരത്തിലെ ജയദേവൻ ചക്കടയാണ് ഓഡിയോഗ്രഫിക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത്. മഹേഷിന്റെ പ്രതികാരത്തിലെ തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്യാം പുഷ്കരനാണ്. മഹേഷിന്റെ പ്രതികാരത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേക പുരസ്കാരത്തിന് മുക്തിഭവൻ ചിത്രങ്ങളും അർഹമായിട്ടുണ്ട്. മികച്ച തമിഴ് ചിത്രം ജോക്കറാണ്. ഈ വർഷം മികച്ച നടനുള്ള മത്സരത്തിൽ കമ്മട്ടിപ്പാടത്തിലെ വിനായകൻ അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചില്ല. സംസ്ഥാന അവാർഡ് ലഭിച്ച വിനായകൻ ദേശീയ അവാർഡും ലഭിക്കുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിരാശാജനകം, അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടില്ല. എങ്കിൽ തന്നെ മലയാളത്തിന്റെ പ്രകടനം വലിയ ഒരു തിളങ്ങുന്ന പ്രകടനം എന്ന് നമുക്ക് പറയാനാവില്ലെങ്കിൽ പോലും മലയാളത്തിൽ നിന്ന് മഹേഷിന്റെ പ്രതികാരം മികച്ച ചിത്രമായി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദിലീഷ് പോത്തനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും ദിലീഷ് പ്രതികാരത്തിന് തന്നെയാണ് ലഭിച്ചത്. മികച്ച നടിയായി മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സുരഭിയെയും തെരഞ്ഞെടുത്തു. അതുപോലെ മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കുഞ്ഞുദൈവം എന്ന ചിത്രത്തിലെ ആദിഷ് പ്രവീണയാണ്. ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ ആക്ഷൻ കൊറിയോഗ്രാഫർക്കുള്ള അവാർഡ് ആദ്യമായാണ് ഒരു ദേശീയ അവാർഡിനായി ഒരു കൊറിയോഗ്രാഫർക്കുള്ള അവാർഡ് ഏർപ്പെടുത്തുന്നത്. ഇത് പുലിമുരുകന്റെ ആക്ഷൻ സീനുകൾ ഒരുക്കിയ പീറ്റർ ഹെയ്നാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 64ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. മികച്ച മലയാള ചിത്രം മഹേഷിന്റെ പ്രതികാരം, ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ചിത്രമാണിത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് മോഹൻലാൽ അർഹനായിരിക്കുന്നു. ജനതാ ഗാരേജ്, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, പുലിമുരുകൻ എന്നീ ചിത്രങ്ങളുടെ പ്രകടനത്തിനാണ് മോഹൻലാലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും മനു എം നായർ കൂടി ചേരുന്നു. മനു, 64ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അവാർഡുകളെ നമ്മൾക്ക് വിലയിരുത്താനാവുക? തീർച്ചയായിട്ടും സുമി, 64ാമത് ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഒരു പുരസ്കാരം ഉൾപ്പെടെ മികച്ച നടി ഉൾപ്പെടെ 8 പുരസ്കാരങ്ങളാണ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിന്നാമിനുങ്ങിലെ അഭിനയത്തിന് സുരഭി മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വളരെ കാലത്തിന് ശേഷമാണ് ഒരു മികച്ച നടിക്കുള്ള പുരസ്കാരം മലയാളത്തിലേക്ക് വരുന്നത്. ഒപ്പം തന്നെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം മഹേഷിന്റെ പ്രതികാരത്തിന് തിരക്കഥയൊരുക്കിയ ശ്യാം പുഷ്കറിന് ലഭിച്ചിരിക്കുന്നു. ഒപ്പം മുന്തിരിവള്ളികൾ, പുലിമുരുകൻ, ജനതാ ഗാരേജ് തുടങ്ങിയ സിനിമകളിലെ പ്രകടനത്തിന് മോഹൻലാലിന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം സൗണ്ട് ഡിസൈനിങ്ങിന് കാടുപൂക്കുന്ന നേരത്തിൽ ജയദേവന് മികച്ച സൗണ്ട് ഡിസൈനറായി പുരസ്കാരം ലഭിച്ചു. മികച്ച ബാലതാരമായി കുഞ്ഞുദൈവത്തിലെ പ്രകടനത്തിന് ആദിഷ് പ്രവീണിന് അവാർഡ് ലഭിച്ചു. അങ്ങനെ 8 പുരസ്കാരങ്ങൾ മലയാളത്തിന് ലഭിച്ചിരുന്നു. ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് റൊസ്റ്റത്തിലെ പ്രകടനത്തിന് അക്ഷയ് കുമാറിനെയാണ്. മികച്ച നടിയായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരഭിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മികച്ച ആദ്യമായി ഏർപ്പെടുത്തിയ ആക്ഷൻ കോറിയോഗ്രാഫർക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പുലിമുരുകനിലെ സ്റ്റണ്ട് രംഗങ്ങൾ ഒരുക്കിയ പീറ്റർ ഹെയ്നാണ്. മികച്ച മലയാള ചിത്രം നമ്മളേവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഹേഷിന്റെ പ്രതികാരത്തിന് ലഭിച്ചു. മികച്ച ഗാനരചയിതാവ് വൈരമുത്തുവാണ്. ജോക്കറാണ് മികച്ച തമിഴ് ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒപ്പം തന്നെ മികച്ച ഹിന്ദി ചിത്രമായും ഒപ്പം പ്രത്യേക ജൂറി പരാമർശവും നേടിക്കൊണ്ട് സോനം കപൂറിന്റെ നീർജ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രത്യേക പുരസ്കാരങ്ങൾ ലഭിച്ച മറ്റു സിനിമകൾ മുക്തി ഭവൻ, കട്ടു ഹവ തുടങ്ങിയ ചിത്രങ്ങളാണ്. സിനിമാ സൗഹൃദ സംസ്ഥാനമായി ഉത്തർപ്രദേശിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൽ പ്രത്യേക പരാമർശം ജാർഖണ്ഡിന് ലഭിച്ചു. മികച്ച സിനിമ ക്രിട്ടിക് ജി ധനഞ്ജയനാണ്. ഡോക്യുമെന്ററി വിഭാഗത്തിലാണ് മലയാളത്തിന് മറ്റൊരു പുരസ്കാരം ലഭിച്ചത്. ചെമ്പൈ മൈ ഡിസ്കവറി ഓഫ് ലെജൻഡ് സൗമ്യ സദാനന്ദൻ ഒരുക്കിയായി ഡോക്യുമെന്ററിക്ക് ഒരു പുരസ്കാരം ലഭിച്ചു. മികച്ച ഹ്രസ്വ ചിത്രം ആഭയാണ്. അങ്ങനെ ഈ അല്പസമയം മുമ്പ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും 8 പുരസ്കാരങ്ങൾ നേടി മലയാളം ഇത്തവണ
തലയുയർത്തി തന്നെ നിൽക്കുന്നു എന്ന് തന്നെ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മികച്ച നടിക്കുള്ള പുരസ്കാരമാണ്. ഒരുപക്ഷെ മോഹൻലാലിൻ്റെതായിരുന്നു അപ്രതീക്ഷിതമായി കടന്നു വന്ന പ്രത്യേക ജൂറി പരാമർശം. എവരും പ്രതീക്ഷിച്ചിരുന്ന ഒരുപക്ഷെ വിനായകന് അവാർഡ് ലഭിക്കാനുള്ളൊരു സാധ്യതയെക്കുറിച്ചായിരുന്നു. പക്ഷേ വിനായകൻ ഏതായാലും അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് വന്നില്ല. അവസാന റൗണ്ട് വരെ എത്തിയിരുന്നെങ്കിൽ പോലും ഒരു അവാർഡ് നേടി സംസ്ഥാന അവാർഡിലെ ആ പ്രകടനം ആവർത്തിക്കാൻ വിനായകന് ദേശീയ അവാർഡിലെത്തിയപ്പോൾ കഴിഞ്ഞില്ല. പക്ഷേ മോഹൻലാലിന് അപ്രതീക്ഷിതമായി പ്രത്യേക ജൂറി പരാമർശം ലഭിക്കുകയും ചെയ്തു. തീർച്ചയായും അക്ഷയ് കുമാറിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം റുസ്റ്റത്തിലെ അഭിനയം മികച്ചൊരു ചിത്രം തന്നെയായിരുന്നു. ഒരു നേവി ഓഫീസറുടെ ജീവിതവും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സങ്കീർണതകളൊക്കെ കാണിച്ചു വെച്ച ചിത്രത്തിലെ അഭിനയം തീർച്ചയായും അദ്ദേഹത്തിന് ആ പുരസ്കാരം അർഹിക്കുന്നതായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒപ്പം കാട് പൂക്കുന്ന നേരത്തിലെ ശബ്ദ മിശ്രണത്തിനെ കുറിച്ച് കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. കാടിന്റെ പശ്ചാത്തലം ഒരുക്കി ആ സിനിമയിലെ ആ കാട്ടിൽ നിന്നുള്ള രംഗങ്ങളുടെ ഫീല് അതേപടി പകർത്താൻ ആ ശബ്ദ മിശ്രണത്തിലൂടെ ജയദേവന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുരസ്കാരവും നമുക്ക് വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ പോയിരിക്കുന്നു എന്ന് പറയാം. സോമി, മനു, ഈ അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ നിന്ന് 10 ചിത്രങ്ങളാണ് അവാർഡിന്റെ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത്. പ്രാദേശിക ചിത്രങ്ങൾ വലിയ തരത്തിലുള്ള മത്സരം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ അവാർഡ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ അവർ പറയുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ കൂടി നിലവിൽ മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളുടെ ഒരു പ്രകടനം മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ഈ അവാർഡിനെ നമുക്ക് വിലയിരുത്താനാവുക? തീർച്ചയായിട്ടും പ്രാദേശിക ഭാഷകൾക്ക് മികച്ചൊരു പരിഗണന ലഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം മറാഠി അടക്കമുള്ള സിനിമകളിൽ നിന്ന് കഡ്വി അടക്കമുള്ള സിനിമകൾക്ക് പുരസ്കാരങ്ങളുണ്ട്. മാത്രമല്ല പ്രിയദർശനെ പോലെ ഉള്ള സംവിധായകർ, അതായത് പ്രാദേശിക ഭാഷയിൽ നിന്നൊരു സംവിധായകൻ ജൂറിയുടെ തലവനായിട്ട് വരുമ്പോൾ സ്വാഭാവികമായ ഒരു പരിഗണന ലഭിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് അതിനി വരും സമയങ്ങളിലാണ് നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ ഒരുപക്ഷെ കാര്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഈ ഏതായാലും വിനായകന് അവാർഡ് ലഭിക്കാതെ പോയൊരു സാഹചര്യം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. കാരണം കമ്മട്ടിപ്പാടത്തിലെ കഥാപാത്രത്തെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത ആ ഒരു റോളിന് വിനായകൻ തീർച്ചയായിട്ടും അവാർഡിന് അർഹനായിരുന്നു എന്ന് തന്നെ നമ്മൾ പലതവണ വിലയിരുത്തിയതാണ്. അതെന്തുകൊണ്ട് ലഭിക്കാതെ പോയി എന്നതിനെക്കുറിച്ചും നമ്മൾ തീർച്ചയായും വരും ദിവസങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏതായാലും സംസാരിക്കപ്പെടും. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മികച്ച നടിയായി സുരഭി എത്തിയത് ഒരു പ്രാദേശിക ഭാഷയിൽ ലഭിക്കുന്ന അംഗീകാരമായി തന്നെ എടുക്കണം. കാരണം ഒരു കൊച്ചു ചിത്രമായിരുന്നു മിന്നാമിനുങ്ങ്. അത് ഒരു പ്രാദേശിക ഭാഷയിൽ ഒരുങ്ങിയ കൊച്ചു ചിത്രം, അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ പ്രാദേശിക ഭാഷകൾക്ക് കാര്യമായ പ്രാധാന്യം ലഭിച്ചില്ല എന്ന് പറയുന്നതിനോടും നമുക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് യോജിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ഈ മറാഠി ഭാഷയിൽ നടക്കം മികച്ച സിനിമകൾ പലപ്പോഴും വരാറുണ്ട്. പ്രത്യേകിച്ചും കന്നഡ ഭാഷയിലെ നവതരംഗ സംവിധായകരിൽ നിന്നൊക്കെ മികച്ച സിനിമകൾ സാധാരണ അവാർഡുകളിൽ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ മേഖലകളിലേക്ക് മനുവിലേക്ക് തിരികെ കൂടുതൽ വിവരങ്ങളുമായി മനു വീണ്ടും ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. മനു, എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ നമുക്ക് വിലയിരുത്താനാവുക നിലവിലെ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം? തീർച്ചയായിട്ടും സോമി, ആ പറഞ്ഞ രീതിയിൽ തന്നെ എടുക്കാം. കാരണം ഒരുപക്ഷെ ഈ അക്ഷയ് കുമാറിനപ്പുറത്തേക്ക് ബോളിവുഡിൽ നിന്ന് കാര്യമായ അവാർഡുകൾ വന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അവാർഡ് നിർണയത്തിലെ ആ ഒരു ഹിന്ദിയുടെ ആധിപത്യത്തിന് ഒരു പരിധി വരെ മാറ്റമായിരിക്കുന്നു എന്ന്. കാരണം പ്രാദേശിക ഭാഷയിൽ നിന്ന് നേരത്തെ പ്രിയദർശൻ പറഞ്ഞതുപോലെ ഒരുപാട് സിനിമകൾ നന്നായി വരുന്നു, ഡോമിനേറ്റ് ചെയ്തു വരുന്നു. പ്രത്യേകിച്ചും വളരെ പിന്നോക്കം നിൽക്കുന്ന മണിപ്പൂർ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള സിനിമകളൊപ്പം തന്നെ എന്നും ഇന്ത്യൻ സിനിമയിലെ നല്ല സിനിമകൾ ഉണ്ടാകുന്നു എന്ന് പേരെടുത്ത മറാഠിയിൽ നിന്നുള്ള സിനിമകൾ, കന്നഡത്തിൽ നിന്നുള്ള സിനിമകൾ ഒക്കെ ഇത്തവണ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഹിന്ദി സിനിമകളിൽ നിന്ന് മാറി മറ്റ് ഭാഷകളിലേക്ക് അവാർഡുകൾ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്മട്ടിപ്പാടത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വന്ന 89 സിനിമകളാണ് ഞങ്ങൾ പരിഗണിച്ചത്. ഈ പ്രത്യേക പ്രദേശങ്ങളിൽ മികച്ച അഭിപ്രായം നേടിയ സിനിമകൾ ഞങ്ങളുടെ മുന്നിലേക്കൊന്നും ചില സിനിമകൾ വന്നില്ല. അങ്ങനെയാണെങ്കിൽ കമ്മട്ടിപ്പാടം അങ്ങോട്ട് പോയില്ല എന്ന കാര്യങ്ങൾ ഒരുപക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ നേരത്തെ പറഞ്ഞതുപോലെ ചില ഭാഗങ്ങളിൽ നിന്ന് മികച്ച സിനിമകൾ ഉണ്ടാകുന്നു. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് അതിലും മികച്ച രീതിയിൽ സിനിമകൾ വരുന്നു. ഇപ്പോൾ മലയാളത്തിൽ ഒരു സിനിമ മികച്ച രീതിയിൽ എടുത്താൽ അതിലും നല്ല സിനിമകൾ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ അവാർഡ് കൊടുത്ത് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ചില ചിത്രങ്ങൾ
ഒഴിവാക്കപ്പെട്ടു പോയത്. പിന്നീട് മറ്റൊന്ന്, പുലിമുരുകനെ എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആദ്യമായിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രാഫിക്ക് ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. അതിന് പുലിമുരുകന്റെ അത്രയും ആക്ഷൻ ഒരുക്കിയ ഒരു സിനിമയില്ലായിരുന്നു, അതുകൊണ്ടാണ് അതിനെ തിരിച്ചു വിളിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് സുരഭിയുടെ പ്രകടനത്തെക്കുറിച്ച് തന്നെയായിരുന്നു. കാരണം സുരഭിയുടെ പ്രകടനത്തിന് എതിരാളികളില്ലായിരുന്നു. ആ സിനിമ കണ്ടവിടെ, മിന്നാമിനിങ് എന്ന ചിത്രം കണ്ടപ്പോൾ തന്നെ ജൂറി ഒന്നടങ്കം തീരുമാനിച്ചിരുന്നു അത് അവർക്കുള്ള ഒരു പുരസ്കാരമാണ്, ഈ അവാർഡ് സുരഭിക്ക് തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരുന്നു. അത്ര അനായാസമായിട്ടായിരുന്നു സുരഭി ആ റോൾ കൈകാര്യം ചെയ്തത് എന്ന് പറയുകയുണ്ടായി. ഒപ്പം തന്നെ അതായത് മറാഠി ഭാഷയിൽ നിന്നെത്തിയ കസബിനെ കുറിച്ച് നേരത്തെ ഈ പുരസ്കാരം നൽകിക്കൊണ്ടുള്ള വേളയിൽ പറയുന്നുണ്ടായിരുന്നു. മികച്ച രീതിയിൽ ഒരുക്കിയ ഒരു ചിത്രമാണ്, ഒരു കൊച്ചു ഭാഷയിൽ നിന്ന് വന്ന ഒരുപാട് ഡെപ്തുള്ള ഒരുപാട് അർത്ഥങ്ങളുള്ള സിനിമയാണ് കസബ്. അതുകൊണ്ട് തന്നെയാണ് മറാഠി ഭാഷയിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കസബിന് പോയത്. മറ്റൊന്ന്, പിന്നീടുള്ളത് മികച്ച നടനായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അക്ഷയ് കുമാർ വന്നൊരു സാഹചര്യമാണ്. ഒരുപക്ഷെ റുസ്തത്തിലെ പ്രകടനം നല്ല രീതിയിൽ തന്നെയായിരുന്നു അക്ഷയ് കുമാർ അഭിനയിച്ച് ഫലിപ്പിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സൈറ വസീം എന്ന ദംഗലിലെ ആ പെൺകുട്ടിക്ക് കിട്ടിയ പുരസ്കാരത്തെ കുറിച്ച് പറയേണ്ടതാണ്. കാരണം കശ്മീരിൽ നിന്നുള്ളൊരു പെൺകുട്ടി, ഒരുപാട് യാതനകൾ കടന്നു വന്നൊരു പെൺകുട്ടിയാണ് അവർ. ആ കുട്ടിക്ക് സൈറ വസിക്ക് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. അതും മലയാളിയായ ആദിഷ് പ്രവീണിനോടൊപ്പം സൈറ വസി ആ കുഞ്ഞു ദൈവത്തിലെ പ്രകടനത്തിന് ആദിഷ് പ്രവീണിനോടൊപ്പം ആ അവാർഡ് പങ്കിടുകയായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മികച്ച മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മികച്ച നടിക്കുള്ള പുരസ്കാരം, അതിന് തൊട്ടുപുറകെ എത്തിയ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും റിയലിസ്റ്റിക് ആയ ഈ അവാർഡിലെ ഏറ്റവും അർത്ഥവത്തായ ഒരു പുരസ്കാരം തന്നെയായിരുന്നു മഹേഷിന്റെ പ്രതികാരത്തിന് ലഭിച്ച ആ തിരക്കഥയ്ക്കുള്ള പുരസ്കാരം. അത്ര റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു ശ്യാം പുഷ്കരൻ ആ സിനിമയെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും നമുക്കിവിടെ ആ സിനിമയ്ക്ക് ലഭിച്ച സ്വീകാര്യതയും അത് പറയുന്നത് തന്നെയായിരുന്നു. പിന്നീട് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും മോഹൻലാലിന് പുരസ്കാരം, പ്രത്യേക ജൂറി പരാമർശം വരുന്നു മുന്തിരിവള്ളികളും ജനതാ ഗ്യാരേജും പുലിമുരുകൻ അടക്കമുള്ള സിനിമയിലേക്ക്. ഒപ്പം ജയദേവൻ ചക്കടയ്ക്ക് ഓഡിയോഗ്രാഫിക്ക്. സാധാരണയായി മലയാള സിനിമയിൽ നമ്മൾ അധികമൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു മേഖലയായിരുന്നു ശബ്ദമിശ്രണം പോലെയുള്ള വിഭാഗങ്ങൾ. അത് ദേശീയ തലത്തിലേക്ക് റസൂൽ പൂക്കുട്ടിക്ക് പുറകെ, റസൂൽ പൂക്കുട്ടി ഓസ്കർ പുരസ്കാരത്തിലേക്ക് പോയപ്പോൾ അതിന് പുറകെ ആ ഒരു രീതിയിൽ സൗണ്ട് ഡിസൈൻ ചെയ്ത് ഇപ്പോൾ ഒരു നാഷണൽ അവാർഡിന്റെ ഒരു ലെവലിലേക്ക് ജയദേവൻ വരുന്നതും മലയാള സിനിമയ്ക്ക് സാങ്കേതികപരമായിട്ട് വളരെ ഉണർവാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് നീർജയ്ക്കുള്ള പുരസ്കാരം. അത് സോനം കപൂർ വളരെ മനോഹരമായ രീതിയിൽ അഭിനയിച്ചു പോയൊരു സിനിമയായിരുന്നു. കണ്ണു നനയിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു നീർജ. ആ നീർജയ്ക്ക് പ്രത്യേക ജൂറി പരാമർശവും ഒപ്പം തന്നെ ബോളിവുഡിൽ, അതായത് ഹിന്ദിയിൽ നിന്നുള്ള മികച്ച ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരവും ലഭിച്ചതും വളരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഒപ്പം സിനിമാ സൗഹൃദ സംസ്ഥാനമായി ഉത്തർപ്രദേശിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് ഏതർത്ഥത്തിലാണ് ആ സംസ്ഥാനത്തെ അത് തെരഞ്ഞെടുത്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ജാർഖണ്ഡിന് ഒരു പ്രത്യേക പരാമർശം ആ വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഡോക്യുമെന്ററി വിഭാഗത്തിൽ മലയാളത്തിന് ഒരു പ്രത്യേക പുരസ്കാരം വന്നത് ചെമ്പൈ എന്ന ഡോക്യുമെന്ററിക്കാണ്. ചെമ്പൈ മൈ ഡിസ്കവറി ഓഫ് ലെജൻഡ്, സൗമ്യ സുധാനന്ദൻ ഒരുക്കിയ ആ ഡോക്യുമെന്ററി അങ്ങനെ മികച്ച ഒരു രീതിയിൽ തന്നെയാണ് 64ാമത് ഫിലിം അവാർഡ് പ്രഖ്യാപനം പോയത്. കമ്മട്ടി പാടത്തിന് അവാർഡ് കിട്ടാത്തത് ഏതായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ നിമിഷം മുതൽ തന്നെ ചർച്ച തുടങ്ങുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. അത് എന്തുകൊണ്ടാണ് ആ ചിത്രം പരിഗണിക്കപ്പെടാതെ പോയത് എന്ന കാര്യങ്ങളടക്കം നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗും കൂടി അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ ചേരും. വീണ്ടും മനുവിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഇപ്പോൾ പ്രാദേശിക ഭാഷകളുടെ ഒരു ഡോമിനൻസ് ആണ് ഇപ്പോൾ ജൂറി ചെയർമാൻ പ്രിയദർശൻ അടക്കം ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ മറാത്തി, ബംഗാളി അടക്കമുള്ള ഭാഷകളിൽ നിന്ന് കൂടുതൽ ചിത്രങ്ങൾ വരുന്നു. ഇപ്പോൾ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നു. ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ ഒരു പുതിയ ഇതിനെ ഒരു നല്ല സൂചനയായി തന്നെ കാണാൻ സാധിക്കുമോ സിനിമയെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും പ്രാദേശിക ഭാഷകളിൽ നിന്ന് സിനിമകൾ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സിനിമയ്ക്ക് വളരെ നല്ലൊരു സൂചന തന്നെയാണ്. കാരണം ഈ പൊതുവായൊരു ധാരണയുണ്ട്, ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ അത് ബോളിവുഡ് ആണെന്നുള്ള ആ ഒരു ധാരണയെ പൊളിച്ചെടുക്കുക തന്നെ വേണം. കാരണം വെറും കച്ചവട സാധ്യതകൾക്കപ്പുറത്തേക്ക് അവിടെ നല്ല സിനിമകൾ ഉണ്ടാകുന്നില്ല എന്നല്ല, വെറും കച്ചവട സിനിമകൾക്കപ്പുറത്തേക്ക് കഥയും കാമ്പുമുള്ള സിനിമകൾ നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരിലേക്കും നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് ആ സിനിമകൾ കടന്നു വരാനുള്ള ഒരു അവസരം കൂടി ഇത്തരത്തിൽ പ്രാദേശിക ഭാഷകൾക്ക് ഒരു ഡോമിനൻസ് വരുമ്പോൾ ആ സിനിമകൾ നൽകുന്ന സന്ദേശം മലയാളത്തിനും നേരത്തെ തന്നെ പണ്ട് തൊട്ടേ മലയാളം സിനിമ ഇത്തരത്തിൽ മികച്ച രീതിയിൽ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ മലയാളം കൂടാതെ മലയാളത്തിനപ്പുറത്തേക്ക് കന്നഡ സിനിമകൾ വരുന്നു, ഒപ്പം മറാഠി സിനിമകൾ വരുന്നു, ഗുജറാത്തി സിനിമകൾ വരുന്നു, മണിപ്പൂരിൽ നിന്നുള്ള സിനിമകൾ പോലും കടന്നു വരുന്നു.
ഇന്ത്യൻ സിനിമയുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡിനപ്പുറത്തേക്ക് മികച്ച കഥയും കാമ്പുമുള്ള സിനിമകൾ ഇവിടുത്തെ പ്രാദേശിക ഭാഷകളിൽ ഇറങ്ങുന്നുണ്ട്. അത് ലോകം കാണേണ്ട ചിത്രങ്ങളാണ് എന്ന സന്ദേശങ്ങൾ ഇത്തരത്തിൽ പ്രാദേശിക ഭാഷയിലെ ചിത്രങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ അതിന് അത്തരത്തിലുള്ള അർത്ഥങ്ങൾ വരുന്നു. പക്ഷേ ആ പ്രാദേശിക ഭാഷയിലെ ചിത്രങ്ങൾ പരിഗണിക്കപ്പെടുമ്പോഴും അതിലെ വെറും കച്ചവട മൂല്യമുള്ള സിനിമകൾക്ക് അപ്പുറത്തേക്ക് മികച്ച കഥയുള്ള കാമ്പുള്ള ജീവിതമുള്ള സിനിമകൾ കൂടി പരിഗണിക്കപ്പെടണം. അത് നാഷണൽ അവാർഡ് വേദിയിലാണെങ്കിൽ പോലും അങ്ങനെയും പരിഗണിക്കപ്പെടണം എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. കാരണം ഇത്തവണത്തെ ഈ പ്രാദേശിക ഭാഷയിൽ ചില സിനിമകൾ നോക്കിയാൽ നമുക്കറിയാം, ജനതാ ഗ്യാരേജ്, പുലിമുരുകൻ, അത്തരത്തിലുള്ള ചില സിനിമ